ചർച്ചയും നോക്കൂ, ഒരു കാര്യം, ഒന്നാം പിണറായി സർക്കാർ വന്നു. ആ പിണറായി സർക്കാർ ആദ്യം DGP ആയിട്ട് നിശ്ചയിച്ചത് ആരെയാണ്? ലോക്നാഥ് ബെഹ്റയാണ്. ഈ ലോക്നാഥ് ബെഹ്റ ആരാണ്? NIA മേധാവിയായിരിക്കുമ്പോൾ ഇഷ്റത് ജഹാൻ കേസിൽ നരേന്ദ്രമോദിയെ എക്സോണറേറ്റ് ചെയ്ത ആളാണ്. അപ്പം നരേന്ദ്രമോദി ഒരു റിവാർഡായിട്ട് അദ്ദേഹത്തെ സംസ്ഥാനത്തിൻ്റെ DGP ആക്കണമെന്ന് പിണറായി വിജയനോട് ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമായി നടന്ന ആദ്യത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മടങ്ങിയെത്തിയ പിണറായി വിജയൻ ലോക്നാഥ് ബെഹ്റയെ DGP ആക്കുന്നു. പിന്നീട് അത് കേസൊക്കെ ആയെങ്കിലും അദ്ദേഹം വളരെ കാലം കേരളത്തിൻ്റെ പോലീസ് മേധാവിയായി തുടർന്നു. ഇപ്പോൾ അദ്ദേഹം കൊച്ചിൻ മെട്രോ കോർപ്പറേഷൻ്റെ ചെയർമാനാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഈ ആരോപണം ഉണ്ടായിരുന്നല്ലോ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത്. ഒരു തെളിവും ഉണ്ടായിട്ടില്ല. എൻ്റെ ചോദ്യം, ഇപ്പോഴും ലോക്നാഥ് ബെഹ്റ ഒരു അധികാരമായി ഇവിടെ ഇരിക്കുമ്പോൾ മുമ്പേ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംശയം അദ്ദേഹമാണ് മോഡിക്കും അതേപോലെ തന്നെ പിണറായിക്കും ഇടയിലുള്ള പാലം എന്നാണ്. എന്തിനാണ് ഒരു അജിത് കുമാറിനെ, ദത്താത്രേയ ഹൊസബോളയെ പോലെ ഒരു RSS മേധാവിയെ കാണാൻ വിട്ട് വീണ വിജയന്റെ കേസ് ഒതുക്കേണ്ട ആവശ്യം? ഒട്ടും യുക്തിപരമല്ല താങ്കൾ പറയുന്നത്. അല്ല, ആയിരിക്കും. അതങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുത്തോളൂ, കുഴപ്പമില്ല. അല്ല, പരിഭവിക്കാനല്ല, ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടല്ലോ. ഇവിടെ പരിഭവത്തിന്റെ പ്രശ്നമില്ല. അല്ല, എനിക്കിതിൽ വ്യക്തത വരുത്താൻ കഴിയില്ല. ഞാൻ വ്യക്തത വരുത്താൻ എൻ്റെ കയ്യിലല്ല അധികാരങ്ങൾ, എൻ്റെ കയ്യിലല്ല സംവിധാനങ്ങൾ. ഞാൻ പറയുന്നത്, ഈ ഒരു സംശയം ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നു, പാർട്ടി പ്രവർത്തകരിൽ നിലനിൽക്കുന്നു, ചായപ്പീടികയിൽ ചർച്ചയാണ്, ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഇടയിൽ ചർച്ചയാണ്, CIT-കാരായ ചുമട്ട് തൊഴിലാളികൾ ഇരിക്കുന്നിടത്ത് ഈ ചർച്ചയാണ്. ഉത്തരവാദിത്വമുള്ള ഒരു പാർലമെന്ററി പാർട്ടി അംഗമായ PV അൻവർ ഈ മുഖ്യമന്ത്രിയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന രീതിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞാൽ അത് ചായക്കടകളിൽ ചർച്ചയാകും, വാർത്താമുറികളിൽ ചർച്ചയാകും, ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കിടയിൽ ചർച്ചയാകും, കമ്പോളത്തിൽ ചർച്ചയാകും. ഉറപ്പാണ്, അത് സ്വാഭാവികമല്ലേ? അപ്പം ആ ഉത്തരവാദിത്വം താങ്കൾക്കാണ്. താങ്കൾ ഉയർത്തിവിട്ട ഒരു ആരോപണമാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് താങ്കൾക്ക് തെളിയിക്കാൻ കഴിയില്ല എന്നും പറയുന്നു. അങ്ങനെ തെളിയിക്കാൻ കഴിയാത്തൊരു ആരോപണം ഒരു പൊതുപ്രവർത്തകൻ ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ ഉന്നയിക്കുന്നത് ശരിയാണോ ശ്രീ PV അൻവർ? ഞാനിപ്പോൾ ഇന്നലെയാണല്ലോ ഇങ്ങനെ കുറച്ചൊരു കടന്ന് പറഞ്ഞത്. ഞാൻ ഇന്നലെ രാത്രി തൊട്ട് ചായക്കടയിൽ ചർച്ചയായ കാര്യമല്ല പറയുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ ചർച്ചകൾ നിലനിൽക്കുന്നുണ്ട്. അതാ പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇത് ചർച്ചയാവുന്നത്. ഇത് പൂരം കലങ്ങിയ അന്ന് തൊട്ട് ഈ ചർച്ച സമൂഹത്തിൽ നിൽക്കുന്നുണ്ട്. ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഇന്നലെ പ്രത്യേകിച്ച് ഇതിന് മുകളിൽ പ്രത്യേകിച്ച് ഒരു ചർച്ചയൊന്നും വന്നിട്ടില്ല പൊതുസമൂഹത്തിനിടയിൽ. കാരണം ആൾറെഡി ഈ ചർച്ച ഇവിടെ ഇതിൽ നിൽക്കുകയാണ്. അത് ദൂരീകരിക്കാൻ ഇന്ന് വരെ CPM-ന് സാധിച്ചിട്ടില്ല. അതാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം. അതിൻ്റെ കാരണം ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് എന്തിനീ DGP മുഖ്യമന്ത്രി കടന്നു പറഞ്ഞപ്പോഴാണ് താങ്കളും അതിലും കടത്തി പറയാൻ ഇന്നലെ തയ്യാറായത് എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ ഇതിപ്പോൾ നോക്കൂ, നിങ്ങൾ തെളിവായി കൊണ്ടുവന്ന ആ വീഡിയോ എന്ന് പറയുന്നത് കാരിയർമാരുമായിട്ടാണല്ലോ താങ്കൾ സംസാരിക്കുന്നത്. ഒരു തരത്തിൽ അതിൻ്റെ അളവും ആഴവും അവിടെ നിൽക്കട്ടെ, പക്ഷേ അവർ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചവരാണ്. അങ്ങനെ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ പറയുന്നത് ഒരു തെളിവായി കൊണ്ടുവരുമ്പോൾ താങ്കളെ അതുമായി ബന്ധിപ്പിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് കള്ളക്കടത്തുകാർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന രൂപത്തിൽ പറയുന്നത്. അത് നാളെ താങ്കളെ കള്ളക്കടത്തുകാരനാക്കുന്നതിലേക്ക് കൂടി എത്തിക്കാൻ എളുപ്പമാണ്. ആ ആരോപണം ഇതിനകം തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉയർത്തിക്കഴിഞ്ഞു. ഇന്നത്തെ സ്വരാജിന്റെ പ്രതികരണവും ആ സൂചനയാണ് നൽകുന്നത്. അപ്പോൾ താങ്കൾ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ കൊണ്ടുവന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ശ്രീ അൻവർ? അല്ല, അതൊക്കെ നിങ്ങൾ പറഞ്ഞോ, അല്ലെങ്കിൽ അവർ പറഞ്ഞോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ ഞാനെന്താ കള്ളക്കടത്തുകാരുടെ സംഘത്തിൻ്റെ പിന്നാമ്പുറ പ്രവർത്തകനായിട്ട് CM പറഞ്ഞത് അംഗീകരിച്ചു കൊടുക്കണോ? അത് അംഗീകരിച്ചു കൊടുക്കുകയാണോ വേണ്ടത്? ഈ കൊണ്ടുവന്നവരുടെ കൂട്ടി വന്ന് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പോലീസ് ഇതിൽ സ്വർണം അടിച്ചു മാറ്റുന്നുണ്ട് എന്ന വസ്തുത പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ തെളിയിക്കുകയാണോ വേണ്ടത്? സ്മൃതിയാണെങ്കിൽ എന്താ ചെയ്യുക എന്ന് പറഞ്ഞേ. നിങ്ങളാണ് എൻ്റെ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞേ പ്ലീസ്. എനിക്കൊന്ന് കേൾക്കണം. അതുകൊണ്ടാണ്. അല്ല ശ്രീ PV അൻവർ, അല്ല ഞാൻ പറയുന്നത്, കാരിയർമാർ പറയുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് ഇരുത്തിക്കൊണ്ട് പറയുമ്പോൾ അവർ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരാണല്ലോ. അപ്പോൾ താങ്കൾ ഈ പറയുന്ന പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തലാണല്ലോ താങ്കൾ ഉദ്ദേശിക്കുന്നത്. താങ്കൾ പറയുന്ന ഒരു മേഖലയിലെ ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കും, ഇത്രയും സ്വർണ്ണമാണ് കൊണ്ടുവന്നിട്ടുള്ളത്, അത് പിഴയടച്ചാൽ തീരുന്ന പ്രശ്നമാണ്. പക്ഷേ അതങ്ങനെയല്ല എന്ന ജനത്തിനെ ധരിപ്പിക്കാൻ അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താൻ ഒരുപക്ഷെ പാർട്ടിക്ക് സാധിക്കും. പാർട്ടി ഇന്ന് പറയുന്ന കാര്യങ്ങൾ ആ രൂപത്തിലാണ്. അതാണ് ഞാൻ പറഞ്ഞത് ശ്രീ അൻവർ.
ആയിക്കോട്ടെന്നെ, അതൊക്കെ എങ്ങനെയാ ബോധ്യപ്പെടുക നമുക്കറിയാലോ. ശ്രുതിക്കും അറിയാം, എനിക്കും അറിയാം. അപ്പൊ ഇനി അങ്ങനെ ബോധ്യപ്പെടുന്നവരുണ്ടെങ്കിൽ ബോധ്യപ്പെടട്ടെന്ന്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ ഇവിടെ ഇനി ഈ വിഷയങ്ങളിൽ ഞാൻ ഇനി എനിക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ കേരളത്തിലെ ഹൈക്കോടതി മാത്രമേ ഉള്ളൂ. ഞാൻ അതിലേക്ക് നീങ്ങുകയാണ്. കാരണം ഈ കാര്യങ്ങൾ മുഴുവൻ, ഈ കേസന്വേഷണങ്ങൾ മുഴുവൻ പോകുന്നത്